കൊച്ചിയിൽ കിടപ്പ് രോഗിയെ ഉപേക്ഷിച്ചതായി ആരോപണം. നോർത്ത് പാലത്തിന് അടിയിലാണ് രോഗിയെ ഉപേക്ഷിച്ചത്. വാഹനത്തിൽ എത്തി ഉപേക്ഷിച്ചത് ബന്ധുക്കളെന്ന് നാട്ടുകാർ പറയുന്നു. വിവരങ്ങളുമായി KM ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഉമേഷ്, വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. കിടപ്പ് രോഗിയെ പൊതുവഴിയിൽ നഗരമധ്യത്തിൽ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു ബന്ധുക്കൾ എന്ന ആരോപണമാണ്, വാർത്തയാണ് എത്തുന്നത്. എന്താണ് സംഭവിച്ചത്? മനു, ഇത് സംബന്ധിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. എന്താണ് വസ്തുത എന്നുള്ളത് ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇവിടെ നാട്ടുകാർ പറഞ്ഞ വിവരമനുസരിച്ച് ആ പ്രദേശത്തെ നോർത്ത് പാലത്തിന് താഴെയുള്ള ചിലരാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ പാലത്തിൻ്റെ താഴെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിടെയുള്ള ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ പറഞ്ഞതനുസരിച്ച് ഇദ്ദേഹം കിടപ്പ് രോഗിയാണ്. ഇങ്ങനെ പാലത്തിന് താഴെ ഇന്നലെ രാവിലെ 10 മണിയോടെ കാറിലെത്തിയ ചിലർ ഇദ്ദേഹത്തെ ആ പാലത്തിന് താഴെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് നേരത്തെയും ഈ ഭാഗത്തൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇങ്ങനെ കാറിൽ വന്ന് ഉപേക്ഷിച്ചപ്പോൾ ചില അസ്വാഭാവികത തോന്നി. പിന്നീട് ബന്ധുക്കൾ വരും എന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ആരെയും കണ്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ വിവരം പോലീസിനോട് പറഞ്ഞത് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോർത്ത് പോലീസ് സ്ഥലത്തെത്തി. അദ്ദേഹത്തിന് മറ്റ് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല, പക്ഷേ കാലിന് സ്വാധീനക്കുറവുണ്ട്. ആ തരത്തിലാണ് അദ്ദേഹം ഒരു കിടപ്പ് രോഗിയായി മാറുന്നത്. ഇന്നലെ ഒരു രാത്രി മുഴുവൻ ആ മനുഷ്യൻ ആ പാലത്തിന്റെ അടിയിൽ കിടക്കേണ്ടി വന്നോ ഉമേഷ്? അതെ, അങ്ങനെ തന്നെയാണ് അവിടെയുള്ളവർ പറഞ്ഞത്. ഇന്നലെ രാത്രി മുഴുവൻ അവിടെയായിരുന്നു. പക്ഷേ ചിലർ പറയുന്നത് കഴിഞ്ഞ മാസവുമൊക്കെ ഇദ്ദേഹം ഈ ഭാഗത്തൊക്കെ കാണാറുണ്ട്. ഇങ്ങനെ അലഞ്ഞു തിരിയുന്നൊരു പ്രകൃതക്കാരനാണ് എന്നൊരു ചിലരും ആ തരത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അത് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. പോലീസ് പറയുന്നത് ഒരു മാസം മുമ്പൊന്നും അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നാട്ടുകാരിൽ ചിലർ പറയുന്നത് ഇദ്ദേഹം തൃശ്ശൂർ കൊടുങ്ങല്ലൂർ മതിലകം സ്വദേശിയാണ്. ഇങ്ങനെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്, ചെറിയ ചില ജോലികളൊക്കെ ചെയ്ത് പോവാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഇന്നലെ, പിന്നെ അതിനുശേഷം ഇദ്ദേഹത്തെ ഇവിടെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോയതായിരിക്കാം. പക്ഷേ ഇന്നലെ രാവിലെ ഇങ്ങനെ ബന്ധുക്കളെന്ന് പറയുന്ന ചിലർ ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് പോയി എന്നൊക്കെ നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. പോലീസ് എന്തായാലും അതാണ് സത്യമെങ്കിൽ, ഈ നാട്ടുകാർ പറയുന്നത് സത്യമാണെങ്കിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ വിശദമായി അന്വേഷിക്കട്ടെ. അതിനുശേഷം കാര്യങ്ങൾ കേസെടുക്കണമെങ്കിൽ ആ തരത്തിലേക്ക് നീങ്ങാം എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഷംസുദ്ദീനെ സുരക്ഷിതമായൊരു കേന്ദ്രത്തിലേക്ക് പോലീസ് മാറ്റിയിരിക്കുകയാണ്. ആ പ്രദേശത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുഴുവൻ ആ പാലത്തിനടിയിൽ തന്നെയാണ് ആ മനുഷ്യൻ കഴിഞ്ഞിട്ടുള്ളത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മറ്റൊരാളുടെ സഹായത്തോടെ മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞത്. അങ്ങനെ പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് അയാളെ അവിടെ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ആ പോലീസ് വാഹനത്തിൽ കയറ്റി ഇപ്പോൾ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി നോർത്ത് പാലത്തിനടിയിൽ കിടപ്പ് രോഗിയെ ഉപേക്ഷിച്ചു എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഏതായാലും അതിന്റെ വസ്തുത എന്താണെന്ന് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.